സോറി, ഞാൻ എന്തോ ശ്രദ്ധിക്കാതെ ആലോചിച്ചൊന്നും പിടിച്ചതാ. അല്ല, ഇത്രയും ശ്രദ്ധയില്ലാതെ നടക്കാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ആ ചില ആൾക്കാരെയൊക്കെ ഓർത്ത് നടക്കുമ്പോൾ ശ്രദ്ധയൊക്കെ പോവും. ആരെ ഓർത്തുകൊണ്ട് നടന്നപ്പോന്ന്? അല്ല, അതിപ്പോ ഞങ്ങളുടെ വായ തന്നെ കേൾക്കണം എന്നല്ല നിർബന്ധമുണ്ടോ മിയായെ? മതി മതി, രണ്ടെണ്ണം കൂടെ കളിയാക്കിയത്. ഞാൻ എന്താലോചിച്ചോണ്ടാ വന്നേന്നറിയാവോ? കൃഷ്ണ സാറെ ക്യാബിൽ നല്ല ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. അതെന്താന്ന് ഞാൻ ആലോചിച്ചോണ്ട് വന്നത്. കൃഷ്ണ സാർ എന്തിനാണ് ടെൻഷൻ അടിച്ചെടുക്കുന്നത്? അത് തന്നെയല്ലേ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. കൃഷ്ണ സാർ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതല്ലേ, ഫസ്റ്റ് ക്വാർട്ടറിനെ പറ്റി ഡിസ്കഷനോ പ്ലാനിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് എല്ലാ ടൈമും നമ്മൾ ഓഫീസിൽ നടക്കുന്നല്ലേ. പക്ഷെ രാകേഷ്, അതൊക്കെ നമ്മുടെ കൃഷ്ണ സാറ് നല്ല കൂളായിട്ടല്ലേ ഡീൽ ചെയ്യാറ്. പക്ഷെ ഇതൊന്നും അല്ല, വേറെ എന്തോ സംഭവമാണ്. എന്താവുന്നത് കണ്ടറിയാം. എന്നാലും എന്തായിരിക്കും സംഭവം? അത് നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് വാ, കൃഷ്ണസ്ഥാനത്ത് പോയി ചോദിച്ചു നോക്കാം. അത് വേണോ? വേണം, നീ വന്നേ. എന്നാ വാ. സാർ അത് അങ്ങനെ തന്നെ ചെയ്യണോ സാർ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഓ മനസ്സിലായി മനസ്സിലായി. ആ അത് ഞാൻ പറയാം സാർ, അപ്ഡേറ്റ് ചെയ്യാം. ആ ഓക്കെ സാർ, ഓക്കെ സാർ. ഒരു കാര്യം ചെയ്താലോ, ഞാൻ എന്നാൽ ഈവനിങ് സാറിനെ അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കാം. ആ ഓക്കെ സാർ, ഓക്കെ. എന്താ എന്താ അർജൻറ്റ് മാറ്റർ എന്താ? സോറി സാർ, സാർ എന്തെങ്കിലും അർജൻറ്റ് കോളിലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് താങ്ങിയും കാണിച്ച പിന്നെ വരാൻ. ഓ സാർ, ആരായിരുന്നു കോളില്? അത് പറഞ്ഞേ പറ്റുള്ള നിർബന്ധം? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞാ കൊള്ളായിരുന്നു അല്ലടാ. അതെ, എന്നാൽ അത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കുഴപ്പമില്ല സാർ, ഞങ്ങൾ അങ്ങോട്ട്. ഈടോ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതിനത്ര പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല സാർ. പ്രാധാന്യമൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്ന, കാര്യം പറയാൻ കൊണ്ട്. അതായത് സാർ, നമ്മുടെ കോഫി മെഷീനിലെ കോഫി പൗഡറിന് പകരം തേയിലപ്പൊടി ഇടുന്നതിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? അതായത് നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ കൂടുതലും പേരും ടീയാണ് പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിച്ചത് മാത്രം. അതെ സാർ, കുഴപ്പമില്ല സാർ, നമുക്ക് കോഫി തന്നെ മതി. അതെ. ചായ കൊണ്ടൊരു പുറത്തു പോയി കൂട്ടിയിട്ടെ സാർ, അല്ലേ? അത് എന്റെ വായിന്ന് വല്ല റോങ് സംസാരവും വരുന്നതിന് മുമ്പ് രണ്ടും കൂടെ പൊക്കോ എന്റെ മുമ്പിൽ. ഓക്കെ സാർ. അങ്ങ് പോട്ടെ. എന്ത് തോന്നി? എന്ത് തോന്നാൻ, സംതിങ് ഈസ് കുക്കിംഗ്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും. എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. എടി മായേ, മായേ, നീ അത് ഇതുവരെ വിട്ടില്ല? എന്തോ അതിന്റെ തലേന്ന് പോകുന്നില്ലടി. എടി, അതിന് മാത്രം അതിൽ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ ഞാൻ കൃഷ്ണ സാറിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സാർ എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കര തിരക്കിലൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോൾ ചോദിക്കാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുമോ? ആ ഭാഗത്തേക്ക് പുള്ളി നമ്മൾ അടുപ്പിക്കില്ലല്ലോ. ഇനി പുറത്തിറങ്ങുമ്പോൾ ചോദിക്കാന്ന് വെച്ചാലോ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇടി, ഒരു കോർപ്പറേറ്റ് ഓഫീസ് ആകുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജർ നമ്മുടെ അടുത്ത് പറഞ്ഞോണ്ടെന്നുണ്ടോ? അതില്ല, പക്ഷെ കൃഷ്ണ സാറിന് ഇതുവരെ കിട്ടാത്തൊരു ബിഹേവിയർ അല്ലേ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണ്ടേ? അതിന് നിനക്കെന്താ ലാഭം? ലാഭം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റി. ആ പറയാൻ പോകുന്ന ഇഷ്യൂ എന്നെയും കൂടി ബാധിക്കുന്നതാണോ എന്നൊരു തോട്ട്. എന്താ മായ ഒരു തോന്നൽ? എന്താ താര ഇവിടെ ഒരു ഗൂഢാലോചന? അത് മായ ഓരോ സംശയങ്ങൾ ചോദിക്കായിരുന്നു സാർ. ന്യൂ ഇയർ നമ്മളെയൊന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി ആഘോഷിച്ച പാർട്ടിയാ. എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അതെനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോകേണ്ടി വന്നുകൊണ്ട് പോയതാ. ഇതുപോലുള്ള ഒഴിവുകളൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുള്ളതല്ലേ. എടാ, ഇത് അതുപോലെ ഒന്നും അല്ലട സാഗറെ, ഒന്ന് വിശ്വസിക്ക്. സോറി സാഗർ സർ. വെറും ഒരു സോറി പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് കിടക്കട്ടെ. അല്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അതൊക്കെ പോട്ടെ, ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ തന്ന ഫയൽ എവിടെ? ഞാൻ അത് മേടിക്കാൻ വന്നു. അത് ഇന്നലെ തന്നെ തീർന്നു. ഞാൻ രാവിലെ കൃഷ്ണ സാറിന്റെ ക്യാബിനിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ സാറെന്താ തിരക്കാന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് സാറ് ഭയങ്കര തിരക്കിലാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇല്ല, ഹെഡ് ഓഫീസിൽ നിന്നുള്ള കോൾസ് ആണെന്ന് തോന്നുന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയുമല്ലോ. അല്ല, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ? എന്തിന്? എന്നോട് പറയേണ്ട കാര്യമുണ്ടെങ്കിൽ സാറ് പറയുന്നല്ലേ പറഞ്ഞു.
ഞാൻ എന്തിനാ ആവശ്യമില്ലാതെ സാറിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ആ ഫയലിങ് കിട്ടിയിരുന്നെങ്കിൽ പോയായിരുന്നു. ഓക്കെ, കഴിഞ്ഞില്ലേ നിന്റെ ആലോചന? എടി എനിക്കിപ്പോൾ എന്തായാലും ഉറപ്പാണ് ഇത് നമ്മളെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ്. എൻ്റെ മനസ്സ് പറയുന്നു കൃഷ്ണ സാറ് ഇന്ന് നമ്മളോടത് പറയുമെന്ന്.